ഇതാണ് നമ്മൾ കുറേ നാൾ കാത്തിരുന്ന് വർക്കൊക്കെ നടന്ന ആർ ഒ ബി ഡ്രൈനേജിന്റെ വർക്ക് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ചിപ്പുറം. അപ്പൊ ഇതാണ് നമ്മുടെ കുറ്റിപ്പുറം ആർ ഒ ബി ബ്രിഡ്ജ്. അതിന്റെ മുകളിൽ ഫുൾ ടാറിങ് കഴിഞ്ഞ ഭാഗമാണ് ഈ കാണുന്നത്. NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലപ്പുറം കുറ്റിപ്പുറത്താണ്. വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിലാണ് ഇവിടെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നത്. അപ്പൊ കുറെ പേര് കമന്റിലൂടെയൊക്കെ അറിയിച്ചിരുന്നു കുറ്റിപ്പുറത്തെ വീഡിയോ ചെയ്യുമെന്ന്. ഇതുപോലെ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്നാൽ മാത്രമാണ് കൂടുതൽ സ്ഥലങ്ങളിലൊക്കെ പോയി വീഡിയോ ചെയ്യാനുള്ള ഒരു താല്പര്യമൊക്കെ വരികയുള്ളൂ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് മുന്നോട്ടുള്ള യാത്രകള്. അപ്പൊ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഒക്കെ ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെയുള്ള വിശദമായിട്ടുള്ള കാഴ്ചകള് നോക്കാം. നേരത്തെ ഇതുവഴിയായിരുന്നു വാഹനങ്ങൾ കടന്നു പോയിരുന്നത്. ഈ ഭാഗം നമുക്ക് കാണാം, ഇവിടെ അടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇവിടെ പുതുതായിട്ട് ക്രാഷ് ബാരിയറുകളൊക്കെ വെച്ച് കഴിഞ്ഞു. ക്രാഷ് ബാരിയർ ജോയിന്റിങ് ഒക്കെ ചെയ്ത് കാണാം. നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്ത് കൊണ്ടുവരുന്ന വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ തുടങ്ങിയിട്ടുള്ളത് പള്ളിപ്പടി ഭാഗത്തു നിന്നാണ്. പള്ളിപ്പടി വരുന്ന ഓവർപാസ് ആണ് കാണുന്നത്. അപ്പൊ വളരെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇപ്പം ചെയ്യുന്നത് ഈ സൈഡിൽ വരുന്ന ഈ ഭാഗങ്ങളിലൊക്കെ കുറെ ഭാഗത്ത് ഇനി കോൺക്രീറ്റ് ചെയ്ത് ലെവൽ ചെയ്ത് കൊണ്ടുവരാനുണ്ട്. അതുപോലെ ഇങ്ങനെ ക്രാഷ് ബാരിയർ ഭാഗങ്ങളൊക്കെ ജോയിന്റ് ചെയ്യുക, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല രീതിയിൽ വർക്കുകളൊക്കെ ചെയ്ത് അടിപൊളിയായി കിടക്കുന്ന ഭാഗം കാണാം. സൈഡിൽ ഫുള്ളായിട്ട് സോയിൽ നീലിങ്ങിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മുകളിലൊക്കെ ലൈറ്റിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മുൻവശത്തുള്ള ഭാഗത്തൊക്കെ പോയി നോക്കാം എത്രത്തോളം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്, ഇനി എവിടെയാണ് വർക്കുകൾ ചെയ്യാനുള്ളത് വിശദമായിട്ട് കാണാം. അപ്പൊ ഇവിടെ തന്നെ കാണാം, നമുക്ക് കോൺക്രീറ്റ് മിക്സർ വണ്ടിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കുകൾ കാണാം. ഇതാ ഈ സൈഡിലൊക്കെ കോൺക്രീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വർക്കേഴ്സ് ഇവിടെ ഉണ്ട്. കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്ത് കൊണ്ടുവരാണ്. വളരെ നല്ല രീതിയിൽ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇനി മറ്റുള്ള ഭാഗത്തൊക്കെ പോയി നോക്കാം. അപ്പൊ ഞാൻ കുറച്ചുകൂടെ താഴോട്ട് വന്നിട്ടുണ്ട്. വലിയ രീതിയിൽ സോയിൽ നീലിങ്ങിന്റെ വർക്കുകളൊക്കെ ഉണ്ടായിരുന്ന ഭാഗം ഇതാ. ഈ ഭാഗമൊക്കെ അടിപൊളിയായിട്ട് വർക്കുകൾ കഴിഞ്ഞു. സോയിൽ നീലിങ്ങിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ്, ഡ്രെയിനേജിന്റെ വർക്കുകൾ കഴിഞ്ഞ് വാഹനങ്ങൾ ഇതാ കടന്നു പോകുന്നു. ഈ സൈഡിലാണ് ഇപ്പൊ ബ്ലോക്ക് ചെയ്ത് വെച്ച് ഇവിടെ വർക്ക് ചെയ്യുന്നത്. കണ്ടില്ല, ഈ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ വീണ്ടും കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അവിടെയുള്ള ഭാഗത്തുള്ള ആ ഭാഗത്തൊക്കെ കാണുന്ന മണ്ണും ചെളിയൊക്കെ അടിച്ച് ക്ലിയർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ആ ഭാഗമൊക്കെ ഇനി പെയിന്റിങ് ഒക്കെ ചെയ്യാനുണ്ട്. ലൈൻ വരക്കാനൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ലൈൻ വരക്കുന്ന വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഇവിടെ ഫസ്റ്റ് കോട്ട് ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഫസ്റ്റ് കോട്ട് ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരു കോട്ട് ടാറിങ് കൂടി വരാണ്ട്, ഫിനിഷിങ് വർക്കുകൾ വരാനുണ്ട്. ഇവിടെ ക്രാഷ് ബാരിയറിന് പെയിന്റ് ചെയ്യാനും അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരാനുണ്ട്. മുകൾ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ അധിക വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. പഴയ പോലെ തന്നെയാണ് കാണാം. നമുക്ക് അതേപോലെ കിടക്കാണ്. സർവീസ് റോഡിലൂടെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് കാണാം. അപ്പൊ ഇനി ആ ഭാഗത്തൊക്കെ പോയി നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി വർക്ക് ചെയ്യാനുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഈ ഭാഗത്തൊക്കെയാണ് സോയിൽ നീലിങ്ങിന്റെ വർക്കുകൾ ചെയ്യാനുള്ളത്. ഇവിടെ കാണാം, നമുക്ക് ഈ റോഡാണ് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് അങ്ങോട്ട് പോകുന്ന സർവീസ് റോഡ്. ഇവിടേക്കാണ് ഇനി ഈ ഭാഗത്ത് മുൻവശത്ത് വരുന്ന ഭാഗത്തൊക്കെയാണ് വർക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഇനി കുറ്റിപ്പുറത്ത് വർക്ക് ചെയ്യാനുള്ള അധികം വർക്കുകൾ വരാനുള്ള ഒരു ഭാഗം ഇവിടെയാണ്, പാലത്തിന്റെ അടുത്താണ്. അപ്പൊ വലിയൊരു മാറ്റം തന്നെയാണ് ഇവിടെ വരാൻ പോകുന്നത്. പുതിയ പാലത്തിന്റെ അടുത്തേക്കുള്ള ടാറിങ് ഒക്കെ കഴിഞ്ഞു. പുതിയ പാലം, അതിന്റെ മുകളിൽ ആർഒബിന്റെ ആ ഭാഗത്തൊക്കെ ടാറിങ് എത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗത്തൊക്കെ പോയി നോക്കാം, ആ ഭാഗത്തൊക്കെ എത്രത്തോളം വർക്കുകൾ ഇനി ബാക്കിയുണ്ടെന്ന്. അപ്പൊ ഈ സൈഡില് ഇവിടെ ഒരു ബോർഡിനുള്ള തൂണുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ടുള്ള ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്തത് കാണാം. നല്ല അടിപൊളിയായിട്ടുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാണാം, ഒരു പൈപ്പിന്റെ മുകളിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ വരുന്ന ഒരു ഡ്രെയിനേജ് ആണ്. ഈ ഡ്രെയിനേജിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു പൈപ്പ്. ആ പൈപ്പിന്റെ ഭാഗത്ത് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല രീതിയിലുള്ള വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി പഴയ പാലമാണ് പ്രശ്നം. പഴയ പാലം കോഴിക്കോട് ഭാഗത്തൊക്കെ പഴയ പാലം പൊളിച്ച് പുതിയ പാലങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന്റെ അടുത്ത് വേറൊരു പാലം കൂടെ വന്നിട്ട് പാലത്തിന്റെ വീതിയൊക്കെ കൂട്ടുന്നുണ്ട്. ഇവിടം വരെയാണ് ഇപ്പൊ 3 ലൈനായിട്ട് കിടക്കുന്നത്. പാലത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ 2 ലൈനായിട്ട് മാറും.
അപ്പൊ എങ്ങനെയാണ് ഇവിടെയുള്ള വർക്കുകളൊക്കെ നമുക്ക് ഇനി വരും സമയങ്ങളിലൊക്കെ അറിയാട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന അടിപൊളിയായിട്ട് പാലത്തിന്റെ മുൻവശം വരെ അല്ല, മുകളിൽ വരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ജോയിന്റിങ് ചെയ്യുന്ന വർക്കുകളുണ്ട്, നടക്കുന്നുണ്ട്. അപ്പൊ ഇനി അധികം വൈകാതെ തന്നെ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകും കേട്ടോ. ഇവിടെ ജോയിന്റിങ്ങിന്റെ വർക്ക് നടക്കുന്നുണ്ട്. പാലവും റോഡും കൂടെ ജോയിന്റിങ് ആകുന്ന സ്ഥലമാണ്. ജോയിന്റിങ്ങിന്റെ വർക്കാണ് നടക്കുന്നത്. അടിപൊളി അടിപൊളി വേഗത്തില് വർക്കുകൾ നടക്കുന്നുണ്ട്. ഇതുപോലെ വടകരയും വർക്ക് നടക്കുകയാണെങ്കിൽ വലിയൊരു ശാപം മാറിക്കിട്ടിയെന്ന്. വടകരക്കാര് വലിയ രീതിയിൽ ആകെ പ്രശ്നത്തിലായി കിടക്കുക. എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ കുറ്റിപ്പുറം അടിപൊളിയായിട്ട് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. താഴ്വശത്തേക്കുള്ള കാഴ്ച ഇതാണ്. താഴ്വശത്തൊന്നും വർക്കുകളൊന്നും നടക്കുന്നുണ്ട്. ആ ഭാഗത്താണ് തോന്നുന്നത്. കരയിട്ടൊന്നും ഇവിടുന്ന് കാണുന്നില്ല. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെയൊക്കെ നല്ല രീതിയിൽ ഒരു ചെരിച്ച് കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്ന വർക്ക് നടക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ നമുക്ക്. ഇവിടെ ജോയിന്റിങ്ങിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പം ഇതില് എല്ലാ ഭാഗത്തും ജോയിന്റിങ്ങിന്റെ വർക്കാണ് നടക്കുന്നത്. ഫുൾ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. കുറ്റിപ്പുറം പാലത്തിന്റെ മുകളിൽ ആണ് നമ്മൾ കയറിക്കൊണ്ട് ROB റെയിൽവേ ഓവർ ബ്രിഡ്ജിന്റെ മുകളിൽ അടിപൊളിയായിട്ട് വർക്കുകൾ നടക്കുന്നു. സൈഡില് കുറച്ച് ഉയർത്തിയിട്ടാണ് ഇവിടെ കോൺക്രീറ്റ് വാള് വന്നിട്ടുള്ളത്. ക്രാഷ് ബാരിയർ ആയിട്ട് വരുന്ന ഭാഗങ്ങള് ഇവിടെ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിരുന്നു. ഇവിടെ എന്തിനാ ഒരു ഫുട്പാത്ത്, അത് ഇവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കി എങ്ങനെയാണ് ഇത് ലാസ്റ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്നും ഒരു ഐഡിയ ഇല്ല. ഇവിടെ അങ്ങോട്ടൊന്നും ഒരു വഴിയൊന്നും കാണുന്നില്ല. താഴെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എവിടെ നോക്കിയാലും പണിയാട്ടോ. ഇവിടെ താഴെ ഭാഗത്തേക്ക് കാണാൻ നമുക്ക് ഒരു സർവീസ് റോഡിന്റെ വർക്കുകൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഡ്രെയിനേജിന്റെ വർക്കുകളാണ് നടക്കുന്നത് ആ ഭാഗത്ത്. അവിടെയും കുറെ ഭാഗത്ത് പുതിയ വർക്കുകൾ എന്തൊക്കെയാ തുടങ്ങിയിട്ടുണ്ട്. പാലത്തിന്റെ വർക്കുകൾ കഴിഞ്ഞ് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലായിടത്തും ഇപ്പം ഇവര് ഇതുപോലുള്ള കമ്പികളൊക്കെ വെച്ച് ജോയിന്റിങ്ങിന്റെ വർക്കാണ് നടക്കുന്നത്. ജോയിന്റിങ്ങിന്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ജോയിന്റിങ്ങിന് വേണ്ടി ഇവിടുന്ന് കുറച്ച് ഭാഗത്തു നിന്നൊക്കെ സിമെന്റുകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ടാറിങ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ ശേഷമായിരിക്കും ഇങ്ങനെ വർക്ക് നടക്കുക. പണിക്കാർക്ക് അവിടെ സൂപ്പർവൈസർമാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ എന്താണ് ചെയ്യേണ്ടതെന്ന്. കുറെ പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ള പണിക്കാരൊക്കെയാണ്. എന്നാൽ വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഡ്രെയിനേജ് വരുന്നത്, ഡ്രെയിനേജിന്റെ മുകളിൽ ഡ്രെയിനേജ് അല്ല, ഒരു പൈപ്പ് വരുന്നത്. ഈ പൈപ്പിന്റെ മുകളിലാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് വെള്ളം ഒഴുകി പോകാനുള്ളത്. ആ ഭാഗം വരെയാണ് ഡ്രെയിനേജ് ഉള്ളത്. ഡ്രെയിനേജ് ഒഴിവാക്കിയിട്ട് ബാക്കി ഭാഗത്ത് ഇങ്ങനെ പൈപ്പ് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പൊ അതിന്റെയൊക്കെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത് പഴയ പാലം. പഴയ പാലത്തില് 2 ലൈനായിട്ടാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പൊ 3 ലൈനായിട്ടുള്ള ഹൈവേ വരുമ്പോ 2 ലൈനായിട്ടുള്ള പാലം എന്താ ഇനി ചെയ്യാന്ന ഒരു ഐഡിയ ഇല്ല. ഇത് പഴയ ഒരു പാലാണ്. ശരിക്കിത് പുതുക്കി പണിയേണ്ടത് അത്യാവശ്യമാണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇങ്ങനെ പഴയ ഭാഗങ്ങളൊക്കെ തുരുമ്പെടുത്ത് പോയ ഭാഗത്തൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇത് തുരുമ്പെടുത്തല്ല, ഇത് എക്സ്ട്രാ ബെൽഡ് ചെയ്ത് വേറെ പിടിപ്പിച്ചതാണ്. കുറെ ഭാഗത്തൊക്കെ സിമെന്റ് പൊട്ടിപ്പോയത് കാണാം നമുക്ക്. ഇവിടെയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പൊ ഇതിനി പൊളിച്ച് പുതിയ പാലം വരുമോ എന്ന് അറിയില്ല കേട്ടോ. അത് വീതി കൂട്ടിയൊരു പാലം വരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. കോഴിക്കോട് ഭാഗത്തൊക്കെ അങ്ങനെ പുതിയൊരു എക്സ്ട്രാ ഫില്ലർ ഫൈലിംഗ് ഒക്കെ ചെയ്ത് വന്ന് പുതിയൊരു പാലം വരുന്നുണ്ട്. അതിലേക്ക് ജോയിന്റ് ആക്കിയിട്ട് പാലത്തിന്റെ വീതിയൊക്കെ കൂട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ താഴ്ഭാഗത്തൊന്ന് പോയി നോക്കാം. ആ ഭാഗത്ത് എന്താണ് ചെയ്യുന്നത്. കുറച്ച് വീഡിയോ ചിലപ്പോൾ ലെങ്ത് കൂടാൻ സാധ്യത ഉണ്ട്. ഇതാണ് ഈ സൈഡിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച. കണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ കരിങ്കല്ല് ഇങ്ങനെ പതിച്ച് അതിന്റെ സൈഡിലൂടെ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു വർക്കാണ് നടക്കുന്നത്. ഈ കാണുന്ന ഭാഗത്തൊക്കെ കോട്ടക്കൽ ബൈപ്പാസിലൊക്കെ ഇതുപോലെ ചെയ്തിരുന്നത്. ഈ സൈഡിൽ ഇങ്ങനെ താഴ്ത്തി കോൺക്രീറ്റ് ചെയ്യും. അതിൽ മുകളിൽ നിന്ന് വരുന്ന വെള്ളം അതിലൂടെ അങ്ങനെ ഒഴുകി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി കഴിഞ്ഞു. ഇത് ഇനി താഴ്വശത്തും കോൺക്രീറ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചൊക്കെയാണ് വർക്ക് ചെയ്യാറുള്ളത്. കറക്റ്റായിട്ടൊന്നല്ല കേട്ടോ ഇവിടെ വെച്ചിട്ടുള്ള കല്ലൊക്കെ കണ്ടില്ല ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവിടെയുള്ള വർക്കുകൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ റെയിൽവേ സ്റ്റേഷന്റെ ആ ഭാഗത്തേക്ക് താഴ്വശത്തേക്ക് പോയി നോക്കാം.
ഇവിടെ സൈഡിൽ വരുമ്പോൾ വലിയ കോൺക്രീറ്റ് വാള് വരുന്നുണ്ട്. ക്രഷ് ബാരിയർ പോലെ തന്നെയാണ് ഒരു കോൺക്രീറ്റ് വാള് വരുന്നുണ്ട്. അതിന്റെ വർക്കുകളും നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ നല്ല സപ്പോർട്ട് തരുന്നതാണ്. അവരൊക്കെ വലിയ പ്രശ്നത്തിലാണ്, എല്ലാവർക്കും അറിയാം. അപ്പൊ എത്രയും പെട്ടെന്ന് യുദ്ധമൊക്കെ അവസാനിക്കട്ടെ, എന്നിട്ട് നല്ല രീതിയിൽ എല്ലാവർക്കും ജോലി ചെയ്യാനൊക്കെ പറ്റട്ടെ. പഴയ പാലത്തിന്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കല്ല് പതിച്ച് ഇങ്ങനെ വർക്കുകൾ കുറച്ച് ഭാഗത്തൊക്കെ നടന്നിട്ടുണ്ട്. ഇതിന് മുകളിൽ നിന്നുള്ള കല്ല് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട് ഈ ഈറ്റാച്ചി ഉപയോഗിച്ച്. ഈ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വണ്ടി ഇങ്ങനെ പോയിട്ട് ആകെ മണ്ണായി കിടക്കുകയാണ്. ഇതാണ് താഴ്വശത്തേക്ക് വരുമ്പോഴുള്ള കാഴ്ച. ഇവിടെ വീണ്ടും മണ്ണിട്ട് ഉയർത്തുന്നുണ്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കുറേ മണ്ണ് കൂട്ടിയിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഇവര് വണ്ടിയൊക്കെ റിപ്പയറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് അറിയില്ല, എങ്ങനെയാണ്. ഇവിടെ വരുമ്പോൾ നേരത്തെ ഈ വഴിയൊക്കെ ഇങ്ങനെ വാഹനങ്ങൾ കടന്നു പോയിന്ന്, അതിൻ്റെ ഒരു റോഡ് പോലെ കെട്ടിയിരുന്ന്. എനിക്ക് തോന്നുന്നു ഇതുവരെയൊക്കെ റോഡ് വരുന്നുണ്ട് എന്നാണ്. കണ്ടില്ല, ഈ ഭാഗത്ത് വരെ ഇങ്ങനെ ഡ്രൈനേജ് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് ബാക്കിയുള്ള മണ്ണൊക്കെ നീക്കി കൊണ്ടുവന്ന് ഇനി അങ്ങോട്ടുള്ള ഡ്രൈനേജ് സിസ്റ്റം തുടങ്ങാനുണ്ട്. അതിനു വേണ്ടിയാണ് ഇവിടുന്ന് കുറേ ഭാഗത്ത് മണ്ണ് നീക്കിയിട്ടുണ്ട്. കാണാം നമുക്ക്. ഇവിടെ പുട്ടിപ്പണി വരെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ വർക്കേഴ്സാണ് അവിടെ സിമെന്റ് ചെയ്യുന്നുണ്ട്. ഇതാ ഈ കാണുന്ന ഭാഗമാണ് അങ്ങോട്ട് ഡ്രൈനേജ് കൊടുക്കാനുള്ളത്. ഡ്രൈനേജിന് വേണ്ടിയിട്ട് ഉള്ള മണ്ണ് നീക്കിയ ഒരു ഭാഗമാണ്. ഇനി ഡ്രൈനേജ് വർക്ക് തുടങ്ങാനുണ്ട് അവിടുന്ന് ഇങ്ങനെ. അപ്പൊ ഇതുവരെ വരികയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് വളരെ വേഗത്തിൽ നമുക്ക് പോകാൻ പറ്റും. വർക്കേഴ്സ് ഇവിടെ ഇതാ പുട്ടിപ്പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗത്ത് കമ്പിയൊക്കെ എടുത്ത് മാറ്റാനൊക്കെ ഉണ്ട് കേട്ടോ. താഴ്വശത്ത് കുറെ ഭാഗത്ത് കമ്പികളൊക്കെ എടുത്ത് മാറ്റാനുണ്ട്, ഷീറ്റുകളൊക്കെ എടുത്ത് മാറ്റാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അടിപൊളിയായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട്. എല്ലാ വർക്കേഴ്സും ഇവിടെ ഉണ്ട്. കോഴിക്കോട് ഭാഗത്ത് മറ്റ് ഭാഗങ്ങളിലൊക്കെ ഉള്ള കമ്പനികൾക്ക് ഇതുപോലുള്ള ഒരു കമ്പനിയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. വേഗത്തിൽ വർക്ക് തീരും. ഇവിടെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വർക്കുകൾ നടക്കുന്നത്. അവിടെയൊക്കെ കണ്ടില്ലേ പുട്ടിപ്പണി, ഇവിടെയൊക്കെ പുട്ടിയിട്ട് വൃത്തിയാക്കി കഴിഞ്ഞു. ഫിനിഷിങ് ഷീറ്റ് എടുക്കുന്ന ആ ഭാഗത്ത് അത്രയും പെട്ടെന്ന് ഷീറ്റ് എടുത്ത ഭാഗത്തൊക്കെ അവര് ഗ്രൈൻഡ് ചെയ്ത് ആ ഭാഗത്തൊക്കെ ക്ലിയർ ആക്കി കൊണ്ടുവരിക. ആ ഭാഗത്ത് സിമെന്റ് കലക്കിയിട്ട് അടിക്കുക, അങ്ങനെയൊക്കെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ വർക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് നല്ല രീതിയിൽ കാണാൻ പറ്റിയൊരു സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുന്ന് കാണുമ്പോൾ കുറച്ച് ഭാഗം ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തൊക്കെ പൊട്ടിപ്പോയത് കാണുന്നുണ്ട്. ഇവിടെ ജോയിൻറ്റിങ്ങിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. കുറച്ച് ഭാഗത്ത് ഷീറ്റ് എടുക്കാനുണ്ട്. അവിടെ ക്രാഷ് ബാരിയർ ചെയ്യാനുണ്ട്. ക്രാഷ് ബാരിയർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ചുകൂടെ ഉയർത്തിയിട്ടാണ് ഈ വരുന്നത്. ഷീറ്റുകളൊക്കെ എടുക്കാനുണ്ട് പാലത്തിൻ്റെ താഴ്വശത്തുള്ള കുറേ ഭാഗത്ത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, അവിടെ നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് സർവീസ് റോഡ്. ആ സർവീസ് റോഡിന്റെ ഭാഗം ഇങ്ങോട്ട് ഇങ്ങനെ വരുന്ന ഒരു ഭാഗം ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കുറേ ഭാഗത്ത് മണലാണ് കേട്ടോ. എങ്ങനെ മണൽ വന്ന് അറിയില്ല. അപ്പൊ ഇതാണ് റെയിൽവേന്റെ ഭാഗത്തേക്ക് അങ്ങോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ച. അതിന്റെ ഷീറ്റുകളൊക്കെ കുറെ എടുക്കാനുണ്ട്. ഇവിടെയാണ് എൻഡ് ഭാഗം കണ്ടില്ല, ആ എൻഡ് ഭാഗം അതൊരു ഫുട്പാത്താണ്. അവിടെ വന്നുകൊണ്ട് അവസാനിക്കാണ്. ഇനി ഇങ്ങോട്ട് ഇങ്ങനെ ഫുട്പാത്ത് ഒന്നും കാണുന്നില്ല. അതെങ്ങനെയായിരിക്കും എന്ന് ഒരു ഐഡിയ ഇല്ല. ഇനി ഇവിടെ സ്റ്റെപ്പൊക്കെ കൊടുക്കുമോ? നേരത്തെ ഉണ്ടായിരുന്ന ഒരു വാഹനങ്ങളൊക്കെ കടന്നു പോയിരുന്ന ഒരു പാസിങ് ഇത് വഴിയായിരുന്നു. അപ്പൊ നമുക്ക് ആ റെയിൽവേന്റെ ആ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ കമ്പനീന്റെ വർക്ക്സിന്റെ കുറേ ക്യാമ്പുകൾ, ഇവര് ഫുഡ് താമസിക്കുന്നത്, ഇവരെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കറക്റ്റായിട്ട് കാണാനല്ല, റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഇതാണ്, ഇതുവഴി വരുന്നവർക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു വരാം. ഇതാണ് നമ്മൾ കുറേ നാൾ കാത്തിരുന്ന് വർക്കൊക്കെ നടന്ന ROB ഒക്കെ അടിപൊളിയായിട്ട് വെച്ച് അതിൻ്റെ മുകളിൽ ടാറിങ് വരെ കഴിഞ്ഞ് ട്രെയിനിൽ പോവാൻ നിൽക്കണേ.
കുറ്റിപ്പുറം. ഇതാ ട്രെയിൻ പോകാൻ തുടങ്ങി. അപ്പോൾ ട്രെയിനൊക്കെ പോയി. ഇനി നമുക്ക് മുകൾ വശത്ത് ആ ഭാഗത്ത് പോയി നോക്കാം. അവിടെ കുറച്ച് ഭാഗത്ത് റോഡ് വർക്കൊക്കെ നടക്കാനുണ്ടായിന്ന്, എന്തായിന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വെയിലൊക്കെ കൊണ്ട് നടന്ന് വീഡിയോ എടുക്കുകയാണ്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് കമൻറ്റിൻ്റെ രൂപത്തിലൊക്കെ വരുന്നാൽ വളരെ നല്ലതായിരിക്കും. കമൻറ്റ് ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നല്ല രീതിയിൽ ഇവിടെയൊക്കെ നടന്ന് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഒരു സുഹൃത്ത് കമൻറ്റിലൊക്കെ എഴുതിയിരുന്നേ, നീ കൂടുതൽ സംസാരിക്കേണ്ട, കാര്യങ്ങൾ കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓരോരുത്തരുടെ താല്പര്യങ്ങൾ ഓരോരുത്തർ പറയുകയാണെ. ഒന്നും സംസാരിക്കാതെ വീഡിയോ ചെയ്തിട്ട് എന്താക്കാനാ? നേരത്തെയൊക്കെ ഞാൻ തുടക്കത്തിലൊക്കെ മ്യൂസിക് മാത്രം ഇട്ടിട്ടൊക്കെ ആയിരുന്നു വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോന്ന് പഠിച്ച് വരികയാണ്. കൂടുതലൊന്നും നമ്മൾ ഇതിൽ പഠനമൊന്നും നടത്തിയിട്ടതല്ല ഇതിൽ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പുതിയ പാലത്തിൻ്റെ മുൻവശത്തേക്ക് വന്നിട്ടുണ്ട്. അതിമനോഹരമായിട്ട് വർക്കുകൾ കഴിഞ്ഞ ഭാഗമാണ് കാണുന്നത്. ഇവിടെ ക്രാഷ് ബാരിയറിന് പെയിൻറ്റിങ് വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ചെയ്യാനുള്ള വർക്ക് ലൈറ്റിൻ്റെ തൂണുകൾ കൊടുക്കുക, അതിനു വേണ്ടിയുള്ള പൈപ്പുകളും വയറുകളൊക്കെ അവിടെ കാണുന്നുണ്ട്. അതിൻ്റെ വർക്കുകൾ, ഇവിടെ ലൈൻ മാർക്കിങ്ങിൻ്റെ വർക്കുകൾ, അങ്ങനെയുള്ള വർക്കുകൾ മാത്രമാണുള്ളത്. പഴയ റോഡിലൂടെ തന്നെയാണ് വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നത് കാണാം. ഇതാണ് ഈ പഴയ റോഡിൻ്റെ ഭാഗം. പഴയതില്ല, നേരത്തെ പുതുതായിട്ടുണ്ടാക്കിയ റോഡ് തന്നെ. അപ്പോൾ ഇതാണ് ആറോബിൻ്റെ ഭാഗത്തേക്ക് കടന്നു പോകുന്ന ഭാഗത്തുള്ള റോഡിൻ്റെ വർക്കുകൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ ഇവിടെ സർവീസ് റോഡ് കുറ്റിപ്പുറം ടൗൺ ഭാഗത്ത് നിന്ന് കയറി വരാനുള്ളൊരു ഭാഗം. ഇതും ഇവിടെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫുൾ കംപ്ലീറ്റ് ആയ ഭാഗം ടാറിങ് ഒക്കെ കഴിഞ്ഞ് കാണാം. ഇവിടുന്ന് ഇങ്ങനെ പാലത്തിലേക്ക് കയറി വരാനുള്ളൊരു വഴിയാണ്. ഇവിടെ താൽക്കാലികമായിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വാഹനങ്ങളൊന്നും കയറാൻ പാടില്ല. വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല. പാലത്തിൻ്റെ മുകളിൽ ജോയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് നടക്കുന്നത്. വളരെ വേഗത്തിൽ വർക്കുകൾ തീർക്കുന്നു. ഇവിടെയാണ് ലൈറ്റ് വരാനുള്ളത്. ലൈറ്റിന് വേണ്ടിയിട്ടുള്ള വയറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇവിടുന്ന് ഇങ്ങനെ ചെറിയ രീതിയിൽ മഞ്ഞ പെയിന്റ് അടിച്ചിട്ടുണ്ട് കുറച്ച് ഭാഗത്ത്. അവിടുന്ന് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ കുറച്ച് ഭാഗത്ത് മഞ്ഞയും കറുപ്പാണ്. ഇതാണ് താഴെ ഈ കാണുന്നതാണ് തിരുനാവാഴ ഭാഗങ്ങളിലേക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് അങ്ങനെയുള്ള സർവീസ് റോഡ്. അപ്പോൾ ഇവിടെ പെയിൻറ്റിങ് ആണ് ഇപ്പോൾ നടക്കുന്നത്. പെയിൻറ്റിങ്ങിന് വർക്കേഴ്സ് ഒന്നും കാണുന്നില്ല. പെയിൻറ്റ് ഡബ്ബകളൊക്കെ അവിടെ കാണുന്നുണ്ട്. അവിടെ കുറച്ച് ഭാഗത്ത് ജോയിൻറ്റിങ്ങിന് ചെയ്യാനുണ്ട്. അത് പൊട്ടിപ്പോയതാണ് തോന്നുന്നത്. മെഷീൻ ഉപയോഗിച്ച് ക്രഷ് ബാരിയർ ചെയ്യുമ്പോൾ ചില ഭാഗത്തൊക്കെ പൊട്ടിപ്പോവാറുണ്ട്. അങ്ങനെ പൊട്ടിപ്പോയ ഒരു ഭാഗമാണ് തോന്നുന്നത്. ഇവിടെ ഇനി കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് ജോയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട്. ടാറിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് ജോയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പാലത്തിൻ്റെ ഗർഡർ വരുന്ന ഒരു ഭാഗമാണ്. അതിനു വേണ്ടിയുള്ള ലൈനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇനി കട്ട് ചെയ്ത ഭാഗം ഒന്നുകൂടെ അവിടെ പോയി നോക്കാം. പുതിയ പാലത്തിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കമ്പി കട്ടിങ് ചെയ്യാനുള്ള മെഷീനറി കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് വർക്കേഴ്സ്. ഇവിടെ ജോയിൻറ്റിങ്ങിൻ്റെ വർക്ക് ഈ ഭാഗത്ത് നടക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ ഇവിടെ എത്രയും പെട്ടെന്ന് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കും. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതൊക്കെ നമ്മൾ ഒരുപാട് കാണിച്ചതാണ് ജോയിൻറ്റിങ് വർക്കുകളൊക്കെ. അടിപൊളിയായിട്ടുള്ള പാലം ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ 5.5 mm കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് ആയിരിക്കും എന്ന് തോന്നുക. അതിൻ്റെ മുകളിൽ ഹൈറ്റുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും തോന്നില്ല. അവിടെ ഒരു ഇങ്ങനെ പാലത്തിൻ്റെ ഇരുമ്പിൻ്റെ ഒരു ഗർഡർ ഉണ്ടല്ലോ, അതുകൊണ്ട് തട്ടിപ്പോകുന്നൊക്കെ ഉള്ള ബോർഡാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് എല്ലായിടത്തും ഇപ്പോൾ ഇങ്ങനെ കറക്റ്റാക്കി കമ്പി കെട്ടി വെച്ച ഒരു ഭാഗങ്ങളാണ് കാണുന്നത്. ഇവിടെയും ഇങ്ങനെ കമ്പിയൊക്കെ റെഡിയാക്കി വെച്ചത്. ഇനി കോൺക്രീറ്റ് ആണ് വരാനുള്ളത്.
പാലത്തിന് ഇനി ഈ ഭാഗത്തൊക്കെ ഈ സിൽവർ കളർ പെയിന്റ് ഒക്കെ ഇനിയും ചെയ്യാനുണ്ട് കേട്ടോ. കുറെ ഭാഗത്തൊന്നും ചെയ്തിട്ടില്ല. പഴയ ബിൽഡിങ്ങിന്റെ അതേ കളർ തന്നെയാണ്. ഇവിടെ കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ദാ കോൺക്രീറ്റ് ചെയ്തൊരു ഭാഗം കാണുന്നത്. അവിടെ ഇതിന്റെ ഫ്രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും വലിയൊരു മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് കുറ്റിപ്പുറം. ഇനി വേസ്റ്റുകളൊക്കെ എടുത്തു കൊണ്ടുപോവുക, ക്ലീൻ ചെയ്യുക. സൈഡിലുള്ള ക്രാഷ് ബാരിയറിന് പെയിന്റ് ചെയ്യുക, ലൈൻ മാർക്കിങ്, വാഹനങ്ങൾ പറക്കുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ ഒരു ഫുട്പാത്ത് ഉണ്ടെന്ന്. എന്തിനാന്ന് അറിയില്ല കേട്ടോ. ഇവിടെ അവസാനിക്കുന്നത് ഈ ഭാഗത്താണ്. ഇതുവഴി അങ്ങോട്ടുള്ള ഒരു വഴിയൊന്നും കാണുന്നില്ല. ഇങ്ങനെ നടന്ന് പോവാനുള്ള രീതിയിലുള്ള ഫുട്പാത്തുകളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള വർക്കുകളൊക്കെ നമുക്ക് വരും സമയങ്ങളിൽ മനസ്സിലാവുന്നു തോന്നുന്നു. ഇവിടെ കുറെ കാണാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എന്തൊക്കെയോ കുറെ ഷീറ്റുകളൊക്കെ വീണ്ടും കൊണ്ടുവന്ന് വെച്ചായി കാണുന്നുണ്ട്. ഇതാണ് ഇങ്ങനെ ഒരു നെറ്റ് കാണുന്നുണ്ട്, ഇരുമ്പ് നെറ്റുകൾ. അപ്പൊ ഇതൊക്കെ വരുന്ന സമയങ്ങളിലൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം എന്തായിരുന്നു എന്നൊക്കെ അപ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ കുറ്റിപ്പുറം ROB ബ്രിഡ്ജ്. അതിന്റെ മുകളിൽ ഫുൾ ടാറിങ് കഴിഞ്ഞ ഭാഗമാണ് കാണുന്നത്. ഇനി ക്രാഷ് ബാരിയർ പെയിന്റിങ്, ജോയിന്റിങ്, ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് മറ്റൊരു സ്ഥലത്തെ പുതിയൊരു കാഴ്ചയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.